ഹലോ മക്കളെ, എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടും A+ നഷ്ടപ്പെടുന്നത് നമ്മൾ എല്ലാ വർഷവും കാണുന്നൊരു സംഭവമാണ്. അപ്പോൾ എന്താണ് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്ന് പറയാനാണ് ഞാനും ശ്രീലക്ഷ്മി വിസുധ ഇപ്പോൾ ഇവിടെ വന്നത്. അപ്പോൾ മിസ്സേ, എന്താണ് ശരിക്കും ഇങ്ങനൊരു സംഭവിക്കാനുള്ള കാരണം? ഇപ്പൊ നമ്മൾ എക്സാം ഹാളിലേക്ക് പോവാന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ തന്നെ അത്യാവശ്യം ടെൻഷൻ അടിച്ചിട്ടായിരിക്കും പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് കയറി വന്നിട്ട് എടാ നിനക്ക് ഓസ്മോസിസ് ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ നിനക്ക് ഈ കെമിക്കൽ റിയാക്ഷൻ ഓർമ്മയുണ്ടോ, അത് കേട്ട പാടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാങ്ക് ആവും, നമുക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല. കറക്റ്റ് ആണ് കേട്ടോ. ഏറ്റവും ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ എക്സാമുകളിലേക്ക് കയറുന്ന സമയത്ത് അല്ല അതിന് തൊട്ട് മുമ്പുള്ള ചില സമയങ്ങളിൽ ഒരു ഡിസ്കഷനും വേണ്ട. മിസ്സേ, മറ്റൊരു സംഭവം ഉണ്ടേ. ഈ എക്സാമുകളിലേക്ക് കയറി ആദ്യത്തെ ഒരു 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണല്ലോ. ആ ടൈമിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവർക്ക് അറിയില്ല, ബാക്കിയുള്ളൊക്കെ അറിയാം, പക്ഷെ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം അറിയില്ല. ടെൻഷനായി, കംപ്ലീറ്റ് ടെൻഷനായി. ഒറ്റ ക്വസ്റ്റ്യൻ മാത്രം അറിയില്ല വിചാരിച്ചിട്ട് A+ നഷ്ടപ്പെടുമോ? ഇല്ലല്ലോ, ഒരു കാരണവശാലും നഷ്ടപ്പെടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾ ക്വസ്റ്റ്യൻസ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അതല്ലെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാലൊന്നും നിങ്ങളുടെ A+ നഷ്ടപ്പെടാൻ പോകുന്നില്ല. അപ്പൊ ആ ഒരു ടെൻഷനും വേണ്ട. പിന്നെ അങ്ങനെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് ഇവരൊരു 10 മിനിറ്റ് ആവുന്ന സമയത്തുണ്ടാവും, ഇവരിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് മിസ്സേ ഒരു പേപ്പർ എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ആള് കൈവന്തിക്കും. അതോടുകൂടി തീർന്ന്. അതാണ് ഏറ്റവും ടെൻഷൻ. എക്സാം അത് ഏത് കാലത്ത് എക്സാം എഴുതുമ്പോഴും അടുത്തിരിക്കുന്ന ആള് പേപ്പർ ചോദിച്ചാൽ നമുക്ക് ടെൻഷനായി അല്ലെ? അപ്പോ ശരിക്കും എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം അയാൾ ഇത്രയും പെട്ടെന്ന് പേപ്പർ ചോദിക്കാനുള്ള കാരണം? അല്ല, അതിൽ ഏറ്റവും ലോജിക് ആയിട്ടുള്ള ആൻസർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ ആദ്യം essay ക്വസ്റ്റ്യൻ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ചിലപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യനിലായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അയാൾക്ക് പേപ്പർ വേണം, നമുക്ക് അപ്പോഴേക്ക് പേപ്പറിന്റെ ആവശ്യം ആവാനാവുന്നേ ഉള്ളൂ. അതെ, വേറൊരു കാര്യം കൂടി ഉണ്ട് അതിൽ മിസ്സേ. അതായത് അവര് എഴുത്ത് ചിലപ്പം വലിയ എഴുത്താണെങ്കിൽ അവരൊരു 10 വരിയായിരിക്കും ഒരു പേജിൽ ചെയ്യുന്നത്. നമ്മൾ ആ സ്ഥാനത്ത് 20 വരി എഴുതുന്നുണ്ടാവും. അപ്പൊ ഇവർക്ക് ചിലർ സംശയം ഉണ്ടാവും, ഒരു പേജിൽ ശരിക്കും എത്ര വരി എഴുതണമെന്ന്. ഓക്കെ, അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോന്റെ അടിയിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. അതൊരു സെപ്പറേറ്റ് കണ്ടന്റ് വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എന്തൊക്കെയാണ് എക്സാം ചെയ്യുന്ന സമയത്ത് പേപ്പറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അല്ലേ? പിന്നെ ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എക്സാം കഴിഞ്ഞ് വെറുതെ ഇരിക്കും. അടിപൊളിയായി. അതാവുമ്പോഴേക്കും നമുക്ക് ടെൻഷൻ ആവും, കാരണം നമ്മുടെ essay ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്, പക്ഷെ ഇയാളുടെ എല്ലാം കഴിഞ്ഞു. അപ്പൊ നമ്മൾ നമ്മുടെ ആൻസേഴ്സ് തന്നെ ചുരുക്കി പെട്ടെന്ന് തീർക്കാൻ നോക്കും. അപ്പൊ ശരിക്കും അയാൾക്ക് അറിയുന്ന ഒരു 15 ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് ഇരിക്കുകയായിരിക്കും. നമ്മൾ ചിലപ്പോൾ 20 ക്വസ്റ്റ്യൻസും കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്തായിരിക്കും ഇയാൾ ഇരിക്കുന്നത് കാണുന്നത്, ആകെ ടെൻഷനോ. ഇനി അയാൾ ഇരിക്കുന്ന സമയത്ത് തന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ചില ആൾക്കാർ ചെയ്യുന്ന സംഭവമാണ് എന്ത്, എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞുണ്ടെങ്കിൽ കൂടി ഇരിക്കും, ചിലപ്പം ഇനിയും ചില ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുണ്ടാവും. ലാസ്റ്റ് എക്സാം പോകുന്നത് പുറത്തേക്ക് വരുന്ന സമയത്താണ് അറിയാം, അയ്യോ ഞാൻ ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കും. വെറുതെ അരമണിക്കൂർ ഇരുന്നായിരിക്കും അല്ലെ? അതെ. പിന്നെ ആ ടെൻഷൻ കൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ മാറ്റി പോവാ, ക്വസ്റ്റ്യൻ നമ്പർ എഴുതാതിരിക്കുക. അതേപോലെ എല്ലാ ക്വസ്റ്റ്യൻസും കഴിഞ്ഞു എന്ന് ചെക്ക് ചെയ്യാത്തോണ്ട് ഒരു പുറം തന്നെ മൊത്തത്തിൽ വിട്ടുപോകുന്ന. പിന്നെ മിസ്സേ, ഇനി അഥവാ എക്സാം കഴിഞ്ഞ് ഇവരെ എക്സാമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, പിന്നെന്താ ഉണ്ടാവുക? ഡിസ്കഷൻ അല്ലെ? ആ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ നാളത്തെ എക്സാമിന് എന്ത് ചെയ്യും, നന്നായിട്ട് ബാധിക്കും. കാരണം നമ്മുടെ ഫുൾ മൂഡാണ്ട് പോകും. ഇതിന് A ആണോ, ഞാൻ ഇതിന് D, അയ്യോ എന്റെ മാത്രം D ആണല്ലോ എന്നുള്ള പ്രശ്നം അപ്പൊ തുടങ്ങും. അങ്ങനെ അന്ന് നടന്ന എക്സാം ചിലപ്പോൾ ഫിസിക്സ് ആയിരിക്കും, പിറ്റേ ദിവസം കെമിസ്ട്രി ആയിരിക്കും എക്സാം. സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ ഈ ഫിസിക്സ് പരീക്ഷയ്ക്ക് മാർക്ക് പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് ലാസ്റ്റ് കെമിസ്ട്രി പരീക്ഷയിൽ A+ നഷ്ടപ്പെടും. അന്ന് രാവിലെ അത് ഹോണ്ട് ചെയ്യും, പിന്നെയുള്ള എല്ലാ എക്സാംസിനും എന്നുള്ള ഫീലിംഗ് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അതെ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ഒരു ഡിസ്കഷൻ അല്ലെ, അതുപോലെ എക്സാം കഴിഞ്ഞിട്ടുള്ള ഡിസ്കഷൻ, അതുപോലെ കൂൾ ഓഫ് ടൈമിലുള്ള നിങ്ങളുടെ ആ ഒരു ഡിസ്കഷൻ, കൂൾ ഓഫ് ടൈമിലുള്ള നിങ്ങളുടെ അയ്യോ ഈ ക്വസ്റ്റ്യൻ എനിക്ക് അറിയല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിന്ത നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. നിങ്ങൾക്ക് എന്തായാലും ബാക്കിയുള്ളവരെ നോക്കിയിട്ട് നിങ്ങളുടെ എക്സാമിനെ ഒരിക്കലും വിലയിരുത്താൻ പാടില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ എക്സാം എഴുതാൻ പാടുള്ളൂ എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഇതുപോലത്തെ ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ നിർബന്ധമായിട്ട് ഇവർ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു കണ്ടന്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.